ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റെയിൽവേ എക്സാംസിന് ആവശ്യമായിട്ടുള്ള ജനറൽ അവയർനെസ് സബ്ജക്റ്റ് ആണ് നമ്മൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇനി മുതൽ റെഗുലറായിട്ട് റെയിൽവേ എക്സാംസിന് ആവശ്യമായിട്ടുള്ള ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോസ് ഫോളോ ചെയ്യുക. നമ്മുടെ ചാനലിനെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത് പോലെ വീണ്ടും സപ്പോർട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മാക്സിമം നമ്പർ ഓഫ് വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ അറിഞ്ഞാണ് റെയിൽവേ എക്സാംസ് ഉടനെ തന്നെ വിളിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഒരുപാട് നമ്പർ ഓഫ് വേക്കൻസീസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷം തന്നെ നമുക്ക് ഒരു മാസ് റിക്രൂട്ട്മെന്റ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ചും ALP ടെക്നീഷ്യൻ, അതുപോലെ RRB JE തുടങ്ങിയ എക്സാംസ് വിളിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ആദ്യം തന്നെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് നമ്മുടെ ചാനലിൽ ഒരുപാട് പേര് പറഞ്ഞതനുസരിച്ചിട്ടാണ് ഒരുപാട് പേരുടെ റിക്വസ്റ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ റെയിൽവേ എക്സാംസിന്റെ ഓർഡർലി ഉള്ള ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് എല്ലാ സബ്ജക്ട്സും ക്ലാസ്സുകളായിട്ട് നമ്മൾ അവൈലബിൾ ആക്കും. ഇന്ന് നമ്മൾ ഫിസിക്സിന്റെ ക്ലാസ് ഇൻട്രൊഡക്ഷൻ ആണ് പോകുന്നത്. ഫിസിക്സ് എന്തൊക്കെ പഠിക്കണം എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് നമ്മുടെ എക്സാംസിന്റെ സിലബസ് നമ്മളൊന്ന് നോക്കി, റെയിൽവേ എക്സാമിന്റെ സിലബസ് നോക്കി, ഫിസിക്സ് ഭാഗത്തു നിന്നുള്ള ഡീറ്റെയിൽഡ് സിലബസ് നോക്കി നമ്മൾ ആദ്യത്തെ ടോപ്പിക്കിലേക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തായിരിക്കും ഇന്നത്തെ സെഷൻ പോകുന്നത്. മാത്രമല്ല നിങ്ങൾക്കറിയാം, SSC എക്സാംസിനെ പോലെ തന്നെയാണ് റെയിൽവേ എക്സാംസിന്റെയും പ്രിപ്പറേഷൻ. SSC RRB രണ്ടും ഒരേ രീതിയിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്. അപ്പോൾ റെയിൽവേ എക്സാംസ് റെഗുലർ ആയിട്ട് വന്നില്ലെങ്കിൽ പോലും വരുമ്പോൾ ഒരു മാസ് റിക്രൂട്ട്മെന്റ് ആണ്. നിങ്ങൾക്കറിയാം, മാസമായിട്ടുള്ള വേക്കൻസി ആയിട്ടായിരിക്കും വരുന്നത്. പക്ഷേ SSC അതിന് അനുസരിച്ച് കമ്പയർ ചെയ്യുമ്പോൾ റെഗുലാരിറ്റി വളരെ കൂടുതലാണ്. എപ്പോഴും SSCയുടെ എക്സാംസ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ കറന്റ് എപ്പോൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താലും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ എക്സാമും കൂടെ ചേർത്താണ് റെയിൽവേ എക്സാംസ് പ്രിപ്പയർ ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഒരു ലോങ് ടേം നോക്കുമ്പോൾ എപ്പോഴും എക്സാംസ് ഉണ്ട് SSC. അതേസമയം റെയിൽവേ വിളിച്ചാൽ റെയിൽവേയുടെ എക്സാമിന് സെപ്പറേറ്റ് ഒരു പ്രിപ്പറേഷൻ്റെ ആവശ്യം നിങ്ങൾക്ക് വരുന്നതുമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രിപ്പറേഷൻ വളരെ ഊർജിതമാക്കുക. കാരണം ഈ വർഷം SSCയുടെ തന്നെ ഒരുപാട് വേക്കൻസീസ് അല്ലെങ്കിൽ ഒരുപാട് എക്സാംസ് നിങ്ങളുടെ മുമ്പിൽ വരാനുണ്ട്. ഒട്ടനെ തന്നെ CGL എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് CHSL, അത് കഴിഞ്ഞിട്ട് വീണ്ടും 2023 MTSന്റെ നോട്ടിഫിക്കേഷൻ, അത് കഴിഞ്ഞിട്ട് CPO ആൻഡ് ഡൽഹി പോലീസ് ഒക്കെയുള്ള CPO സെൻട്രൽ പോലീസ് ഓർഗനൈസേഷൻ വിളിക്കുന്നത് പ്രതീക്ഷിക്കുന്നു. അത് കഴിഞ്ഞിട്ട് സ്റ്റെനോഗ്രാഫർ, ഇങ്ങനെ ഒരു കൂട്ടം എക്സാംസ് SSCക്കും റെയിൽവേ സംബന്ധിച്ച് റെയിൽവേയുടെ വലിയ റിക്രൂട്ട്മെന്റ് ആയ അല്ലെങ്കിൽ മാസ് നമ്പർ വേക്കൻസീസ് ഫില്ല് ചെയ്യാൻ സാധ്യതയുള്ള RPF, ALP ടെക്നീഷ്യൻ, ജൂനിയർ എഞ്ചിനീയർ തുടങ്ങിയ വേക്കൻസീസ് ആദ്യം അല്ലെങ്കിൽ അതിന്റെ നോട്ടിഫിക്കേഷൻ ആദ്യം വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇത് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വെച്ചിട്ടല്ല പറയുന്നത്, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യം മാത്രമാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു സാധ്യത കൂടി കാണുന്ന സ്ഥിതിക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഏറ്റവും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ സെഷനിൽ നിങ്ങൾക്ക് ഫിസിക്സ് സബ്ജക്റ്റ് പരിചയപ്പെടുത്തുന്നു. അതിനുമുമ്പ് മറ്റു രണ്ട് കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമുക്ക് ഓഫ്ലൈൻ സെന്റേഴ്സ് കൊട്ടാരക്കരയും ട്രിവാൻഡ്രത്തുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നേരിട്ട് വന്ന് പഠിക്കണം എന്ന് താല്പര്യമുള്ളവർ മസ്റ്റായിട്ടും റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് അല്ലെങ്കിൽ റിസൾട്ട് ഉണ്ടാക്കണം എന്ന് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നവർക്ക് സമയം അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഓഫ്ലൈൻ സെന്റേഴ്സിൽ വന്ന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ കൃത്യമായിട്ടുള്ള ഗൈഡൻസ് അവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഒരു 6 to 1 year നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ തന്നെ റെഡി ആണെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ വരിക. ഇനി അതല്ല, അങ്ങനെ പറ്റാത്തവർക്കാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടി അക്കാഡമിയുമായിട്ട് ചേർന്ന് നമ്മൾ ഓൺലൈൻ ലൈവ് ക്ലാസ്സുകൾ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ ഒക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ റെക്കോർഡ് സെഷൻസ് വേണമെങ്കിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഓൺലൈനിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് എക്സാം ക്ലിയർ ചെയ്യുക. ഈ വരുന്ന ഒരു വർഷം കൊണ്ട് 2023 എന്ന് പറയുന്ന ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയുടെ വർഷം തന്നെ നിങ്ങൾ എക്സാംസ് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക. ഒരുപാട് വേക്കൻസി ഉള്ള സമയത്ത് തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങൾക്കറിയാം, വേക്കൻസീസ് കൂടുന്തോറും നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയും കൂടുകയാണ്. അതുകൊണ്ട് 2023 എന്ന് പറയുന്ന ഈ ഒരു വർഷം നിങ്ങൾ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഇയർ ആയിട്ട് കണ്ട് പ്രിപ്പറേഷൻ ഈ നിമിഷം മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാംസ് ഒക്കെ ക്ലിയർ ചെയ്ത് എത്രയും പെട്ടെന്ന് ഈ വർഷം തന്നെ അല്ലെങ്കിൽ അടുത്തൊരു വർഷം ആദ്യം തന്നെ നിങ്ങൾക്ക് ഒരു ജോലിക്ക് ഒരു പക്ഷേ കയറാൻ പറ്റിയേക്കും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. മാത്രമല്ല, നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്ന നമ്മുടെ ഓരോ ആളുകളും നിങ്ങൾ മസ്റ്റായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ എക്സാം നോട്ടിഫിക്കേഷൻസും കിട്ടണമെങ്കിൽ അതിൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് എല്ലാ നോട്ടിഫിക്കേഷൻസും ലൈവ് ആക്കുക. മാത്രമല്ല, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുക, എല്ലാ ഫ്രണ്ട്സുമായിട്ടും ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ PDF-കളും റെഗുലർ ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ PDF-കളും ഡെയിലി ക്വിസുകളും SSC RRB എക്സാംസിന്റെ തന്നെ റിപ്പീറ്റഡ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഡെയിലി ക്വിസുകളായിട്ട് നമ്മൾ ഇടുന്നത്. ഇതെല്ലാം ആക്സസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക. അതിന്റെ ലിങ്ക് എല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കിടക്കാം. നമ്മൾ പുതുതായിട്ട് ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ് നമ്മൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫിസിക്സിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഞാൻ ഇന്ന് പറയുന്നത്. മാത്രമല്ല, ഫസ്റ്റ് യൂണിറ്റ്, ഇതിനകത്ത് ആദ്യത്തെ യൂണിറ്റിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ റെയിൽവേ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് എല്ലാവരും ചോദിക്കുന്നതിന്റെ സിലബസ് എന്താണ്,
സിലബസ് എന്താണ്, എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്ന് ക്ലാരിറ്റി പലർക്കും ഇല്ല. അപ്പം റെയിൽവേയുടെ എക്സാമും ഇതേ പാറ്റേൺ തന്നെയാണ് ഒരു തരത്തിൽ SSCയും വരുന്നത്. അപ്പം ഞാൻ കൃത്യമായിട്ട് റെയിൽവേ എക്സാമിന്റെ കാര്യമാണ് പറയുന്നതെങ്കിലും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്കാണെങ്കിലും ഇത് കൃത്യമായിട്ട് യൂസ്ഫുൾ ആവും. അപ്പോൾ ആദ്യം സിലബസിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങട്ടെ. ഇന്ന് നമ്മൾ സിലബസ് ഡിസ്കസ് ചെയ്യുകയും ആദ്യത്തെ ടോപ്പിക്കിൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ സിലബസ് പറയുകയാണെങ്കിൽ ഏതൊക്കെ ടോപ്പിക്കാണ് ഫിസിക്സിൽ നിന്ന്, ജനറൽ സയൻസിനകത്ത് വരുന്ന ഫിസിക്സ് ആണ്. പ്രത്യേകിച്ചും റെയിൽവേ RRB എക്സാംസിന് SSCയെക്കാളും സയൻസിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ഉണ്ട്. പ്രത്യേകിച്ചും ടെക്നീഷ്യൻ അല്ലെങ്കിൽ ALP ഇതിൻ്റെയൊക്കെ എക്സാം വരുമ്പോൾ അതിൽ ഫിസിക്സ് സബ്ജക്റ്റിൽ അതിലെ പ്രോബ്ലംസ് ഏരിയാസിന് കുറച്ചുകൂടി ഒരു കൂടുതൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും കൂടുതൽ ഒരു സ്ട്രെസ്സും ഉണ്ട്. നമ്മൾ അങ്ങനെ തന്നെ പഠിക്കേണ്ടി വരും. SSCയെക്കാളും കൂടുതൽ സയൻസിന് ഇമ്പോർട്ടൻസ് റെയിൽവേക്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സയൻസ് സബ്ജക്റ്റിൽ നിന്ന് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ വേണം സയൻസ് പഠിക്കാൻ. സയൻസ് വളരെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം റെയിൽവേ പ്രിപ്പയർ ചെയ്യുന്നവർ. അതുകൊണ്ടാണ് നമ്മൾ സിലബസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സിലബസ് എന്തൊക്കെയാണ് നമ്മൾ ഫിസിക്സ് സബ്ജക്റ്റിൽ നിന്നും റെയിൽവേ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ പഠിക്കേണ്ടത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഈ സിലബസ് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന്, യൂണിറ്റ്സ്, മെഷർമെന്റ്സ്, മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്. ഇതൊക്കെയാണ് സിലബസിൽ ആദ്യത്തെ ഒരു ടോപ്പിക് എന്ന് പറയാൻ പറ്റുന്നത്. യൂണിറ്റ്സ്, മെഷർമെന്റ്സ്, മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്. അപ്പോൾ ഈ ഒരു സിലബസ് നിങ്ങൾക്ക് PDF ആയിട്ട് ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് അവൈലബിൾ ആക്കും. നിങ്ങൾക്ക് അത് ആക്സസ് ചെയ്യാം. നിങ്ങളിപ്പം പറ്റുന്നവർക്ക് ആണെങ്കിൽ ഇത് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഇത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് യൂസ്ഫുൾ ആണ് എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർക്ക്. ഒന്ന്, യൂണിറ്റ്, മെഷർമെന്റ്, മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്. ഞാൻ പറഞ്ഞില്ലേ, യൂണിറ്റ് എന്ന് വെച്ചാൽ എന്താ, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട, അതായത് ഇപ്പൊ ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണെന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലെ ലെങ്ത്തിന്റെ അല്ലെങ്കിൽ ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് മീറ്റർ ആണെന്നൊക്കെ പറയാറുണ്ട്. ഇങ്ങനെ യൂണിറ്റ്സ്, ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെയും യൂണിറ്റ്സ്. അതുപോലെ അതിനകത്ത് തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് SI യൂണിറ്റ്സ് ഒക്കെ നമ്മൾ പഠിക്കും. സ്റ്റാൻഡേർഡ് ഇന്റർനാഷണൽ യൂണിറ്റ്സ്, SI യൂണിറ്റ്സ്. ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെയും സ്റ്റാൻഡേർഡ് യൂണിറ്റുകൾ, അതിൽ ഫണ്ടമെന്റൽ യൂണിറ്റ്സ്, ഡെറൈവ്ഡ് യൂണിറ്റ്സ്, അങ്ങനെ എന്താണ് യൂണിറ്റ്സ്, ഓരോ ക്വാണ്ടിറ്റിയുടെയും യൂണിറ്റ്സ് നമ്മൾ പഠിക്കും. പിന്നെ മെഷർമെന്റ്, വാല്യൂമായിട്ട് ബന്ധപ്പെട്ട്, ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞ യൂണിറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് മെഷർമെന്റ്സ് നമ്മൾ പറയുന്നത്. പല ക്വാണ്ടിറ്റീസ്, ഇപ്പൊ ലൈറ്റ് ഇയർ, ഹോഴ്സ് പവർ, ഇതൊക്കെ എന്താണ്, ഇതിന്റെ വാല്യൂസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ കിലോ വാട്ട് അവർ, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിക്കാറുണ്ട്. ഇതുപോലെ ഒരു യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ മെഷർമെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും നമ്മൾ മെഷർമെന്റ്സിൽ പഠിക്കും. പിന്നെ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്, ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റീസും മെഷർ ചെയ്യാനുള്ള മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്, ഇത് നമ്മൾ ഈ ഒരു ഭാഗത്ത് പഠിക്കേണ്ടതാണ്. പിന്നെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നെങ്കിലും നമ്മൾ പിന്നെ പഠിക്കുന്നത് സ്കേലാർ ക്വാണ്ടിറ്റീസും വെക്റ്റർ ക്വാണ്ടിറ്റീസും എന്താണെന്ന് പഠിക്കും. സ്കേലാർ ക്വാണ്ടിറ്റീസും വെക്റ്റർ ക്വാണ്ടിറ്റീസും പഠിക്കും. പിന്നെ ഡയമെൻഷണൽ ഹോമോജിനിറ്റി ചെക്കിംഗ്, ഇപ്പൊ മാസിന്റെയും ലെങ്തിന്റെയും ടൈമിന്റെയും പവറിൽ ഇതൊക്കെ എക്സ്പ്രസ് ചെയ്യുന്നതാണ് ഞാൻ ഡയമെൻഷണൽ ഹോമോജിനിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെയും ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ഈ ടോപ്പിക്സ് ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇത് നമ്മൾ ഈ ടോപ്പിക്കിലോട്ട് വരുമ്പോഴേ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയത്തുള്ളൂ. ഓരോ ടോപ്പിക്ക് നമ്മൾ പഠിക്കുമ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. രണ്ടാമത്തെ ടോപ്പിക്കാണ് മെക്കാനിക്സ് എന്ന് പറയുന്ന ഫോഴ്സുകളുമായിട്ട് ബന്ധപ്പെട്ട, ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ മെക്കാനിക്സ് എന്ന് പറയുന്ന രണ്ടാമത്തെ ചാപ്റ്ററിനെ നമ്മൾ പരിചയപ്പെടുന്നത്. മെക്കാനിക്സ് നമുക്കത് ഫോഴ്സുകളുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, റസ്റ്റിലിരിക്കുന്ന ഒബ്ജക്റ്റിലോ അല്ലെങ്കിൽ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിലോ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളെ പറ്റിയാണ് നമ്മൾ മെക്കാനിക്സ് എന്ന് പറയുന്ന ഭാഗത്ത് പഠിക്കുന്നത്. മെയിനായിട്ട് ഈ ഒരു ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് നമ്മൾ ഫോഴ്സുകളെ പറ്റി പഠിക്കും. ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ പഠിക്കും. ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ പഠിക്കും. അവിടെയാണ് നമ്മൾ ഫോഴ്സിനെ ഡിസ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ പഠിക്കുന്നത് വർക്ക് എന്താണ്, പവർ എന്താണ്, എനർജി എന്താണ്, മാസും വെയിറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ നമ്മൾ പറഞ്ഞു. പിന്നെ ഫോഴ്സിന്റെ കാര്യം പറഞ്ഞു. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് ലീനിയർ മൊമെന്റം, പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. മൊമെന്റം എന്ന് പറയുന്നത് മാസ് ഇൻറ്റു വെലോസിറ്റി എന്ന് പറയുന്ന ഒരു ടേമാണ്. ഈ ഒരു ടേമിനെ പറ്റി തന്നെ പ്രോബ്ലംസ് വരാറുള്ള ഒരു ഏരിയയും കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത് പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. അതുപോലെ പ്രോബ്ലം വരുന്നൊരു ടോപ്പിക്ക് തന്നെയാണ് ഈ മെക്കാനിക്സ് എന്ന് പറയുന്നത്. പ്രോബ്ലംസ് കൂടുതലായിട്ടും വരുന്നതാണ്. ഈ വർക്ക്, എനർജി, പവർ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രോബ്ലംസ് വരാറുണ്ട്. ലീനിയർ മൊമെന്റം കൺസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രോബ്ലം വരാറുണ്ട്. ഈ താഴോട്ട് വരുന്ന എല്ലാ ടോപ്പിക്കിനകത്തും പ്രോബ്ലംസ് വരുന്ന ഒരു ഏരിയയാണ്. പിന്നെ ഡിസ്റ്റൻസ് എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് എന്താണ്, സ്പീഡ്, വെലോസിറ്റി എന്താണ്, അതുപോലെ പ്രൊജക്ടൈൽ മോഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ബേസിക് കൺസെപ്റ്റുകൾ. പിന്നെ ആക്സലറേഷൻ, അതുപോലെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഇതുമായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ ഇക്വേഷൻസ് ഓഫ് ലീനിയർ മോഷൻ ഒരു 3 ഇക്വേഷൻസ് നമ്മൾ പഠിക്കും.
ആ ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി പ്രോബ്ലംസ് കടന്നു വരാറുണ്ട് ഈ ഒരു ഏരിയയിൽ നിന്ന്. ഇക്വേഷൻസ് ഓഫ് ലീനിയർ മോഷൻ, പിന്നെ ഫ്രിക്ഷന്, സിമ്പിൾ ഹാർമോണിക് മോഷൻ, റൊട്ടേഷണൽ മോഷൻ, ഇത്രയും ടോപ്പിക്കുകൾ ക്ലിയർലി എല്ലാം ഇതിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. ഞാൻ അതുകൊണ്ട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഈ ടോപ്പിക്സ് നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പൊ ഇത്രയും ടോപ്പിക്സ് കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെക്കാനിക്സ് എന്ന് പറയുന്ന ഒരു ഭാഗവും നമുക്ക് ഒന്ന് മാറ്റി വെക്കാം. രണ്ട് ടോപ്പിക്സ് നമുക്ക് ക്ലിയർ ആയിട്ട് നമ്മുടെ ഒരു പഠനത്തിന്റെ ഒരു ഓർഡറിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഈ രണ്ട് ടോപ്പിക്സും കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്. നമ്മൾ ഫോഴ്സിന്റെ കൂട്ടത്തിലാണ് പറയുന്നെങ്കിൽ പോലും സെപ്പറേറ്റ്ലി ആ ടോപ്പിക്ക് പറയുന്നതിന്റെ കാരണം അതിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണല്ലേ. ഫോഴ്സ് എന്ന് പറഞ്ഞ് കഴിഞ്ഞ ടോപ്പിക്കിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ സെപ്പറേറ്റ് എടുത്ത് പഠിക്കുന്നതിന്റെ കാരണം അതിന്റെ ഇമ്പോർട്ടൻസ് തന്നെയാണ്. അതിനകത്തുനിന്ന് വരുന്ന ചോദ്യങ്ങളുടെ എണ്ണം തന്നെയാണ് അതിന് കാരണം. അതിൽ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, അതുപോലെ ഗ്രാവിറ്റി, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, മോഷൻ അണ്ടർ ഗ്രാവിറ്റി, അതുപോലെ സാറ്റലൈറ്റ് മോഷൻ, എസ്കേപ്പ് വെലോസിറ്റി, ഇതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ തന്നെ വരുന്ന ഒത്തിരി ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയസ് ആണ് അത് കാണിക്കുന്നത്. പിന്നെ വരുന്ന ടോപ്പിക്കാണ് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ നമുക്കറിയാം, ഡിഫറെന്റ് പ്രോപ്പർട്ടീസ്, എല്ലാ മാറ്ററിനും ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ ഓരോ പ്രോപ്പർട്ടീസുമായിട്ട് ബന്ധപ്പെട്ട ഫാക്റ്റുകൾ, എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ്, ഇതൊക്കെയാണ് നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇലാസ്റ്റിസിറ്റി ഒരു പ്രോപ്പർട്ടിയാണ്, അതുപോലെ സർഫസ് ടെൻഷൻ, ക്യാപ്പിലാരിറ്റി മറ്റു പ്രോപ്പർട്ടിയാണ്, ഫ്ലോ ഓഫ് ലിക്വിഡ്സ്, പിന്നെ ബോയൻസി ആൻഡ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ, പ്രഷർ, ഡെൻസിറ്റി, കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്, ഇതൊക്കെ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ടോപ്പിക്കാണ്. ഇതിനകത്ത് നിന്ന് ചില ടോപ്പിക്കുകൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ തന്നെ. എല്ലാ ടോപ്പിക്കും ഈക്വലി ഇമ്പോർട്ടന്റ് അല്ല. ഇതിൽ ചില ടോപ്പിക്കുകൾ എലാസ്റ്റിസിറ്റി, സർഫസ് ടെൻഷൻ, ക്യാപ്പിലാരിറ്റി, അതുപോലെ ബോയൻസി, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ, പ്രഷർ, ഇതിൽ നിന്നൊക്കെ കൂടുതൽ ക്വസ്റ്റ്യൻസ് എല്ലാ എക്സാംസിനും കാണാറുണ്ട്. അടുത്ത ടോപ്പിക്ക് നമുക്ക് നോക്കാം, ഹീറ്റ്. അടുത്ത ടോപ്പിക്ക് ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് എന്ന് നമ്മൾ ചിലപ്പോൾ പറയും. ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് എന്ന് ചിലപ്പോൾ പറയും. ഹീറ്റ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിനകത്ത് ടെമ്പറേച്ചർ മെഷർമെന്റ്സ്, അതുപോലെ കൺവേർഷൻ ഓഫ് ടെമ്പറേച്ചർ, ഇതൊക്കെയാണ് ആദ്യം നമ്മൾ പഠിക്കുന്നത്. കൺവേർഷൻ ഓഫ് ടെമ്പറേച്ചറിന്റെ ഡിഫറെന്റ് യൂണിറ്റുകളുണ്ട്, കെൽവിന്, ഡിഗ്രി സെൽഷ്യസ്, ഫാരൻഹീറ്റ്, ഇത് തമ്മിലുള്ള കൺവേർഷൻസ്, ആ ടെമ്പറേച്ചറിന്റെ മെഷർമെന്റ് തുടങ്ങിയ കാര്യങ്ങൾ ആദ്യം പഠിക്കാനുണ്ട്. പിന്നീട് തെർമൽ കണ്ടക്ഷൻ, അതായത് ഹീറ്റ് ട്രാൻസ്ഫറിന്റെ മെത്തേഡുകൾ. ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന ടോപ്പിക്കിനകത്താണ് നമ്മൾ കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ ഒക്കെ പഠിക്കുന്നത്. അപ്പൊ അതിനകത്ത് വരുന്ന തെർമൽ കണ്ടക്ഷൻ പഠിക്കാനുണ്ട്, തെർമൽ എക്സ്പാൻഷൻ പഠിക്കാനുണ്ട്. ഹീറ്റ് ഒരു ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുമ്പോൾ ഒരു ഒബ്ജക്റ്റ് അതിന്റെ സൈസ് വലുതാവും, എക്സ്പാൻഡ് ആവും. ചൂടാവുമ്പോൾ എല്ലാം വലുതാവും നമ്മൾ അറിയാറുണ്ടല്ലോ. അപ്പൊ അതിനെപ്പറ്റി അത് എത്രമാത്രം വലുതാവുന്നു, എങ്ങനെ വേരി ചെയ്യുന്നു, അതിന്റെ ഇക്വേഷൻസ് ഒക്കെ ഉൾപ്പെടെയാണ് തെർമൽ എക്സ്പാൻഷൻ. പിന്നീട് വരുന്നത് കൺവെക്ഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു ഹീറ്റ് ട്രാൻസ്ഫറിന്റെ 3 വഴികളാണ് കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. അതിനകത്ത് വരുന്നതാണ് കൺവെക്ഷൻ. പിന്നെ കണ്ടക്ടേഴ്സ് എന്താണ്, നോൺ കണ്ടക്ടേഴ്സ് എന്താണ്, ഇൻസുലേറ്റേഴ്സ് എന്താണ്, ഇതെല്ലാം ഹീറ്റുമായിട്ട് ബന്ധപ്പെട്ട കണ്ടക്ടേഴ്സ് പറയുന്നത്. ഹീറ്റ് കണ്ടക്ടർ, ഹീറ്റിന്റെ നോൺ കണ്ടക്ടർ, ഹീറ്റിന്റെ ഇൻസുലേറ്റർ. പിന്നീട് കിർഷോഫ് ലോ അല്ലെങ്കിൽ സ്റ്റെഫാൻ ലോ അല്ലെങ്കിൽ കിർഷോഫ് ലോ അല്ലെങ്കിൽ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്, ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ്. ഇതെല്ലാം ഹീറ്റ് ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്ക് തന്നെയാണ്. പിന്നെ ഫേസ് ട്രാൻസിഷൻ ആൻഡ് ലേറ്റന്റ് ഹീറ്റ്. ആ ലേറ്റന്റ് ഹീറ്റിന്റെ കൂടെ തന്നെയാണ് നമ്മൾ സ്പെസിഫിക് ഹീറ്റും പഠിക്കേണ്ടത്. ലേറ്റന്റ് ഹീറ്റ്, ഒരു ഒബ്ജക്റ്റിന്റെ സ്റ്റേറ്റ് ലിക്വിഡിൽ നിന്ന് ഗ്യാസ് ആവുന്നതോ, ഗ്യാസിൽ നിന്ന് അല്ലെങ്കിൽ സോളിഡിൽ നിന്ന് ലിക്വിഡ് ആവുന്നതോ, ഇതിനെ നമ്മൾ ഫേസ് ട്രാൻസിഷൻ എന്ന് പറയും. ഒരു ഫേസിൽ നിന്ന് മറ്റൊരു ഫേസിലേക്ക് പോയെന്ന് പറയും. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ലേറ്റന്റ് ഹീറ്റിനെ പഠിക്കുന്നത്. ലേറ്റന്റ് ഹീറ്റും അതുകൂടാതെ തന്നെ സ്പെസിഫിക് ഹീറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കാനുണ്ട്. പിന്നീട് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, വേപ്പറൈസേഷൻ, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ആർദ്രത അല്ലെങ്കിൽ ഒരു അറ്റ്മോസ്ഫിയറിൽ പ്രസന്റ് ആയിരിക്കുന്ന വാട്ടർ വേപ്പറിന്റെ കണ്ടന്റിന്റെ മെഷർ, അതൊക്കെയാണ് ഹ്യൂമിഡിറ്റി, റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട്. ഫൈനലി തെർമോഡൈനാമിക്സ് എന്നൊരു ടോപ്പിക്ക് ഇതിനകത്ത് പറയുന്നുണ്ട്. തെർമോഡൈനാമിക്സ് വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതിൽ നമ്മുടെ എക്സാം പോയിന്റിൽ വേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഈ ഒരു ഏരിയയിൽ പഠിക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മൾ ഹീറ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. പിന്നെ പറയുന്നത് വേവ്സ്, അതായത് വേവ്സ് എന്ന് പറയുന്നത് വിവിധ തരം വേവ്സ് ഉണ്ട്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേവ്സ്, ഏതൊക്കെ തരത്തിലുള്ള വേവ്സ് ആണുള്ളത്, അതിന് എക്സാമ്പിൾസ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് വേവ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വേവ്സ് കഴിഞ്ഞിട്ട് ഏതൊക്കെ തരം വേവ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. സൗണ്ട് വേവ് പഠിക്കും, അതുപോലെ തന്നെ ലൈറ്റ് വേവ് പഠിക്കും. സൗണ്ട് വേവ്, ലൈറ്റ് വേവ് തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കും. ഈ ഓരോ ടോപ്പിക്സിനകത്തും എന്താണ് ആദ്യം സൗണ്ട് വേവ്, എന്താണ് ലൈറ്റ് വേവ് എന്ന് പറയുന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടത് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി സൗണ്ട് വേവ് നമ്മൾ പഠിക്കുമ്പോൾ സൗണ്ട് വേവിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത് നോക്കാം. സൗണ്ട് വേവ് എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് നമ്മൾ പഠിക്കുന്നത് ആദ്യം നേച്ചർ ഓഫ് സൗണ്ട് വേവ്സ്, 2 ഫ്രീക്വൻസി റേഞ്ച് ഓഫ് സൗണ്ട് വേവ്സ്,
പിന്നെ സൗണ്ട് ഓഫ് സ്പീഡ് ഓഫ് സൗണ്ട്, ക്യാരക്ടറിസ്റ്റിക് ഓഫ് സൗണ്ട്, എക്കോ, സോണാർ അല്ലെങ്കിൽ റേഡാർ, ഇത്രയും കാര്യങ്ങളാണ് സൗണ്ട് വേവ്സിനകത്ത് നമ്മൾ പഠിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ സൗണ്ട് വേവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏരിയയാണ് സൗണ്ട് വേവും അതുപോലെ തന്നെ ലൈറ്റ് വേവും. വേവ്സ് പഠിച്ചിട്ട് സൗണ്ട് വേവും പഠിക്കും, പിന്നീട് നമ്മൾ ലൈറ്റ് വേവും പഠിക്കും. ടോപ്പിക്സ് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ലൈറ്റ് വേവിനകത്താണ് നമ്മൾ നേച്ചർ ഓഫ് ലൈറ്റ് ഒരുപാട് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ടോപ്പിക് തന്നെയാണ് ലൈറ്റ് വേവ്സ് കേട്ടോ. ഒത്തിരി ക്വസ്റ്റ്യൻസ് വരും. ലൈറ്റ് വേവിന്റെ തന്നെ സബ് ടോപ്പിക്സ് ആയിട്ട് കുറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒത്തിരി മാർക്ക് ക്വസ്റ്റ്യൻസ് വരുന്നതാണ് ലൈറ്റ് വേവിനകത്ത് തന്നെ പഠിക്കുന്ന എന്തൊക്കെയാണ്? നേച്ചർ ഓഫ് ലൈറ്റ്, അതുപോലെ സ്കാറ്ററിങ്, ലൈറ്റിന്റെ ഫിനോമിനൻ, സ്കാറ്ററിങ് ഓഫ് ലൈറ്റ്, റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. ഈ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് പഠിക്കുമ്പോഴാണ് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് മിറേഴ്സ് പഠിക്കുന്നത്. മിറേഴ്സ് റൂൾസ് ഓഫ് റിഫ്ലക്ഷൻ പഠിച്ചിട്ട് പ്ലെയിൻ മിറർ, സ്ഫെറിക്കൽ മിറർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നമ്മൾ കവർ ചെയ്യും. ഓക്കെ, അപ്പോൾ ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ഫിനോമിനൻ, മാഗ്നിഫിക്കേഷൻ, അതുപോലെ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് പഠിക്കും, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ പഠിക്കും, ലെൻസസ് പഠിക്കും, ലെൻസിനെ പറ്റി പഠിക്കും. മിറേഴ്സ് പഠിച്ചതിന് ശേഷം ലെൻസിനെ പറ്റി പഠിക്കും. ലെൻസ് പഠിക്കുമ്പോൾ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലെൻസിന്റെ പ്രത്യേകതകൾ, ഇമേജ് ഫോർമേഷൻ, ഇതൊക്കെയാണ് നമ്മൾ ലെൻസസിനകത്ത് പഠിക്കുന്നത്. പിന്നെ ഹ്യൂമൻ ഐ എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഇതിനകത്തുണ്ട്. ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, അതായത് മൈക്രോസ്കോപ്പ്, ടെലസ്കോപ്പ് തുടങ്ങിയ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. ലാസ്റ്റിൽ ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ്, അതായത് ലൈറ്റിന്റെ ഫിനോമിനൻസ് ആയിട്ടാണ് നമ്മൾ ഇതെല്ലാം പഠിക്കുന്നത്. ലൈറ്റിന്റെ ഡിഫറെന്റ് ഫിനോമിനൻസ് ആയിട്ടാണ് നമ്മൾ ഇതൊക്കെ കവർ ചെയ്യുന്നത്. അങ്ങനെ ലൈറ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണെന്ന് പറഞ്ഞു. പിന്നെ ഒരു ടോപ്പിക്കാണ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഒരു ടോപ്പിക്. ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കിൽ പ്രോബ്ലംസ് പിന്നെയും വരുന്നതാണ്. നമ്മുടെ സർക്യൂട്ട് ഡയഗ്രാംസുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ പ്രോബ്ലംസ് വരും. അല്ലാതെ തന്നെ ഇക്വേഷൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഇതിനകത്ത് നിന്ന് വരും. അതിൽ ടോപ്പിക്സ് നമുക്ക് നോക്കാം. ഇലക്ട്രിക് ചാർജുമായിട്ട് ബന്ധപ്പെട്ടത്, കൂളുംസ് ലോ ആയിട്ട് ബന്ധപ്പെട്ടത്, ഇലക്ട്രിക്കൽ സർക്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ടത്, ഇലക്ട്രിക് കറണ്ട്, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, റെസിസ്റ്റൻസ്, ഇലക്ട്രിക് പവർ, എനർജി, ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, ട്രാൻസ്ഫോമർ, ഇലക്ട്രിക് ബൾബ്, ഇലക്ട്രിക് സെല്ല്, ഇതൊക്കെ ഇതിനകത്ത് വരുന്ന സബ് ടോപ്പിക്കുകളാണ്. ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ നമുക്ക് ഈ ടോപ്പിക്സ് ഒന്നും ചെറുതായിട്ട് നമുക്ക് ഓരോ ടോപ്പിക്സ് ആയിട്ട് എടുത്ത് പറയേണ്ട വരത്തില്ല. നമ്മുടെ ക്ലാസ്സിനകത്ത് തന്നെ ഇതെല്ലാ ടോപ്പിക്സും കവർ ചെയ്തായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പൊ ഇവിടെയും പ്രോബ്ലംസ് കുറച്ച് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കുറച്ച് തരം പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. റെസിസ്റ്റൻസിന്റെ പ്രോബ്ലം, അതുപോലെ ഇലക്ട്രിക് പവറുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം, ട്രാൻസ്ഫോമറുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം, വോൾട്ടേജ് വേരിയേഷൻ, അതിന്റെ ട്രാൻസ്ഫോമറുമായിട്ട് ബന്ധപ്പെട്ട ഇങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ, അതുപോലെ കൂളുംസ് ലോയുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഒക്കെ ഇവിടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ വരുന്ന അവസാനത്തെ ഒരു 5 ടോപ്പിക്സ് ആയിരിക്കുന്നത് മാഗ്നറ്റിസം, ഇലക്ട്രിസിറ്റിയുടെ കൂടെ തന്നെ മാഗ്നറ്റിസം. ബാക്കി ഞാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആദ്യം ഡിസ്കസ് ചെയ്ത്, അത് കഴിഞ്ഞിട്ട് വരുന്ന ബാക്കി ടോപ്പിക്സ് എല്ലാം കൂടെ പറയാണ്. മാഗ്നറ്റിസം, ഇലക്ട്രോണിക്സ്, അതുപോലെ മോഡേൺ ഫിസിക്സ്, ഇലക്ട്രോണിക്സും അതിന്റെ ആപ്ലിക്കേഷൻസും, ന്യൂക്ലിയർ ഫിസിക്സ്, നമുക്കറിയാം ആറ്റം ബോംബിന്റെയും ന്യൂക്ലിയർ എനർജി ജനറേഷന്റെ ഒക്കെ കാര്യങ്ങൾ, ബേസിക് കൺസെപ്റ്റ്സ് മാത്രം. പിന്നെ ഇൻവെൻഷൻസ്, ഓരോ ഇൻസ്ട്രുമെന്റ്സിന്റെ കണ്ടുപിടുത്തങ്ങൾ അല്ലെങ്കിൽ തിയറികളുടെ കണ്ടുപിടുത്തങ്ങൾ, പിന്നെ മിസലേനിയസ് ടോപ്പിക്സ് എന്ന് പറഞ്ഞു. ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്ക് ഫിസിക്സിൽ ആകെ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിക്സ്, റെയിൽവേ എക്സാംസിന് പ്രിപ്പയർ ചെയ്യേണ്ട ടോപ്പിക്സ് നമ്മൾ പരിചയപ്പെട്ടെന്ന് കരുതുന്നു. അപ്പൊ റെയിൽവേ RRBയുടെ എക്സാംസിന് വേണ്ട ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ ആണല്ലോ? അപ്പൊ ടോപ്പിക്സ് മനസ്സിലായെങ്കിൽ നമുക്ക് ഇനിയും ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, നമ്മൾ യൂണിറ്റ്സ് എന്ന് പറയുന്ന ആദ്യം പറഞ്ഞ ടോപ്പിക് ഉണ്ടല്ലോ, ആ ടോപ്പിക്കാണ് നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ യൂണിറ്റ്സിനകത്തു നിന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, അതും റെയിൽവേ എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അത് നിങ്ങൾ ക്ലിയർലി ഒന്ന് നോക്കി വെക്കുക. നമ്മൾ ഇന്ന് ഈ ഒരു ടോപ്പിക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ നോക്കുന്നുള്ളൂ. നമ്മൾ ഓരോ ദിവസവുമായിട്ട് ബാക്കി ടോപ്പിക്സ് കവർ ചെയ്യാം. അപ്പോൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് ഞാൻ വളരെ പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് മാത്രമേ ഇന്ന് പറയാൻ പോകുന്നു. ടോപ്പിക്ക് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കാം. ആദ്യം ഒന്നാമത്തെ ചോദ്യം, ന്യൂട്ടൺ ഇസ് ദ യൂണിറ്റ് ഓഫ്. ന്യൂട്ടൺ എന്തിന്റെ യൂണിറ്റ് ആണ്? അറിയാത്തവർ നോട്ട് ചെയ്ത് വെച്ചോളൂ. ന്യൂട്ടൺ എന്തിന്റെ യൂണിറ്റ് ആണ്? ഇറ്റ് ഇസ് യൂണിറ്റ് ഓഫ് ഫോഴ്സ്. ഫോഴ്സിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ. രണ്ടാമത്തെ ചോദ്യം, വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ആക്ടിങ് ഓൺ എ ഒബ്ജക്ട് ഇസ് ഈക്വൽ ടു ദ എമൗണ്ട് ഓഫ് ഫോഴ്സ് മൾട്ടിപ്ലൈഡ് ബൈ ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ യൂണിറ്റ് ഓഫ് വർക്ക്? ഇതാണ് ചോദ്യം. ചോദ്യം മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ ചോദ്യം. വർക്കിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏത്? അതിനുവേണ്ടിയാണ് ഇത്രയും വലിയ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. വർക്കിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏത്? നമ്മൾ പഠിച്ചിട്ടുണ്ട് വർക്കിന്റെ അതുപോലെ എനർജിയുടെ യൂണിറ്റ് ഏതൊക്കെയാണ്?
അതിന്റെ രണ്ടിന്റെ യൂണിറ്റ് ജൂൾ ആണ്. ജൂള് വർക്കിന്റെ അല്ലെങ്കിൽ എനർജിയുടെ യൂണിറ്റ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇനി വർക്കിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാണെന്ന് ചോദ്യം. അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്നത്? ന്യൂട്ടൺ മീറ്റർ. ന്യൂട്ടൺ മീറ്റർ. ന്യൂട്ടൺ എന്ന് വെച്ചാൽ എന്തിന്റെ യൂണിറ്റാ? ഫോഴ്സ്. മീറ്റർ എന്ന് വെച്ചാൽ എന്തിന്റെ യൂണിറ്റാ? ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റാ. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ് വർക്ക് ഡൺ. അതുകൊണ്ട് ഇതും ശരിയാണ്. ന്യൂട്ടൺ മീറ്ററും ശരിയാണ്. ഓക്കെ, ന്യൂട്ടൺ മീറ്ററും ശരിയാണ്. ഇനി അടുത്ത ഓപ്ഷൻ നോക്കാം. ഇത് രണ്ടും ശരിയാണെന്ന് മനസ്സിലായി. ഇനി കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. കിലോഗ്രാം എന്തിന്റെ യൂണിറ്റാ? മാസിന്റെ യൂണിറ്റ്. ഇനി മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്തിന്റെ യൂണിറ്റാ? ആക്സലറേഷന്റെ യൂണിറ്റ് ആണ്. അപ്പൊ മാസ് ഇൻറ്റു ആക്സലറേഷൻ ഇത് എന്തിന്റെ യൂണിറ്റാ? ഇത് ഫോഴ്സിന്റെ യൂണിറ്റ് ആയിട്ടേ ഉള്ളൂ. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുന്നത് ഫോഴ്സിന്റെ യൂണിറ്റ്. അപ്പൊ തന്നെ നമുക്ക് ഉത്തരം പറയാം. ഉത്തരം ഓപ്ഷൻ എ ആണെന്ന് പറയാം. ഇനി ഇവിടെ ഉള്ളത് ശരിയാണോ നമുക്ക് നോക്കണമല്ലോ. അപ്പോ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിനെ വീണ്ടും ഒരു മീറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനല്ലേ കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ വരുന്നത്. അപ്പം ഈ ഒരു ക്വാണ്ടിറ്റി ഇത് ഫോഴ്സ് ആണെന്നറിയാം. ഇതിനെ ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എന്തൊരു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ് വർക്ക് ഡൺ. സിമ്പിൾ, വർക്ക് ഡൺ അല്ലേ. അപ്പൊ അതും എന്തിന്റെ യൂണിറ്റ് ആണ്? ഇതും വർക്കിന്റെ യൂണിറ്റ് ആണ്. ഇത് ടോപ്പിക്ക് അറിയാമെങ്കിലായിരിക്കും വളരെ സിമ്പിൾ. ടോപ്പിക് അറിയാത്തവർ ചിലപ്പം എന്താണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. നമുക്ക് ടോപ്പിക്സ് പഠിക്കാം. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിന്റെ സെപ്പറേറ്റ് ഒരു ക്ലാസ് തന്നെ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഏതോ ഒരു വളരെ ഒരുപാട് പഴയൊന്നുമല്ല, എന്നിരുന്നാലും ഞാൻ അങ്ങനെ ഒരു ക്ലാസ് ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അതൊന്ന് സെർച്ച് ചെയ്യുക. ഫിസിക്സ് എനിക്ക് തോന്നുന്നു SSC എക്സാംസിനെ സംബന്ധിച്ചാണ് ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ഫോഴ്സ്? ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ്? ഫോഴ്സിന്റെ യൂണിറ്റ്, ഫോഴ്സ് എന്ന് വെച്ചാൽ ഇങ്ങനെ ചിന്തിക്കുക. അതിന്റെ ഇക്വേഷൻ അറിയാം, മാസ് ഇൻറ്റു ആക്സലറേഷൻ. ഫോഴ്സ് എന്ന് വെച്ചാൽ മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ്. മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം, ആക്സലറേഷന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇങ്ങനെ അറിയാമെങ്കിൽ വളരെ എളുപ്പമാണ്. ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ. അപ്പൊ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇവിടെ ഉണ്ടോ? ഉണ്ട്. ഇതാണ് ഓപ്ഷൻ ബി ആണ്. വാട്ട് ഈസ് മെഷേർഡ് ഇൻ ജൂൾസ്? ജൂൾസിൽ മെഷർ ചെയ്യുന്ന എന്താണ്? എനർജി അല്ലെങ്കിൽ വർക്ക്. ഇതാണ്. അപ്പൊ ഇതിനകത്ത് ഓപ്ഷനിൽ എനർജി ഉണ്ട് അല്ലെ. അപ്പൊ ശരി ഉത്തരം എനർജി. അടുത്ത ചോദ്യം. ഹെൻറി പെർ മീറ്റർ ഇസ് ദ യൂണിറ്റ് ഓഫ്. അത്ര കോമൺ ആയിട്ട് നമ്മൾ പഠിക്കുന്നതല്ല. ഹെൻറി പെർ മീറ്റർ ഇസ് ദ യൂണിറ്റ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഇൻക്ലൂഡ് ചെയ്തതാണ്. അത് മാഗ്നറ്റിക് പെർമിയബിലിറ്റിയുടെ യൂണിറ്റ് ആണ് ഹെൻറി പെർ മീറ്റർ. നമ്മൾ ഇതിനകത്ത് പഠിക്കാറുണ്ട്. ഫണ്ടമെന്റൽ യൂണിറ്റ്സും ഡെറൈവ്ഡ് യൂണിറ്റ്സും പഠിക്കാറുള്ള. അപ്പം ഇൻഡക്റ്റൻസ്, കപ്പാസിറ്റൻസ്, അതുപോലെ തന്നെ റെസിസ്റ്റൻസ്, ഇതിന്റെ എല്ലാം യൂണിറ്റ് പഠിക്കാറുണ്ട്. ഇവിടെ ഹെൻറി പെർ മീറ്റർ എന്തിന്റെ യൂണിറ്റ് ആണെന്നാണ് ചോദിച്ചത്. ഉത്തരം അത് മാഗ്നറ്റിക് പെർമിയബിലിറ്റിയുടെ യൂണിറ്റ് ആണ്. അടുത്ത ചോദ്യം. എ ലൈറ്റ് ഇയർ ഇസ് എ യൂണിറ്റ് ഓഫ്. ലൈറ്റ് ഇയർ എന്തിന്റെ യൂണിറ്റ് ആണ്? ലൈറ്റ് ഇയർ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മൾ ടൈം എന്ന് പറയും, പക്ഷെ ടൈം അല്ല. ലൈറ്റ് ഇയർ ഇസ് ദ യൂണിറ്റ് ഓഫ് ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് ആണ്. ലൈറ്റ് ഇയർ ഇസ് ദ യൂണിറ്റ് ഓഫ് ഡിസ്റ്റൻസ്. അടുത്ത ചോദ്യം. വാട്ട് ഇസ് ദ SI യൂണിറ്റ് ഓഫ് പവർ ഓഫ് ലെൻസ് കോൾഡ്? പവർ ഓഫ് ലെൻസ് യൂണിറ്റ് ഏതാണ്? ഡയോപ്റ്റർ ആണ്. ഞാൻ ഒരു കാര്യം പ്രത്യേകം പറയട്ടെ. ഞാനിപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ പരിചയപ്പെടുത്തുന്നുള്ളൂ. ടോപ്പിക്ക് പഠിക്കുന്നില്ല. ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് പോവുക. നമുക്ക് ടോപ്പിക്കായിട്ട് പഠിക്കുക. ഇത് ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ടോപ്പിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ആദ്യം ഇന്നത്തെ ക്ലാസ്സിൽ വന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് തരാം. ഇപ്പോൾ ജസ്റ്റ് ഈ ടോപ്പിക്കും ഈ ക്വസ്റ്റ്യൻസ് മാത്രം പരിചയപ്പെടുന്ന സെഷനാണ് ഇന്ന്. അടുത്ത സെഷൻസിൽ നമ്മൾ ടോപ്പിക് എന്താണെന്ന് പഠിച്ചു പോകും. ഞാൻ ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ആ ക്വസ്റ്റ്യന്റെ കൂടെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഫാക്ട്സും അതെങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ പഠിച്ചായിരിക്കും പോകുന്നത്. ഇപ്പൊ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് നോക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്വാണ്ടിറ്റി ഹാസ് ദ SI യൂണിറ്റ് as കാൻഡല? കാൻഡല എന്ന് പറയുന്ന SI യൂണിറ്റ് ഏത് ക്വാണ്ടിറ്റിക്കാണുള്ളത്? ലൂമിനസ് ഇന്റൻസിറ്റിയുടെ SI യൂണിറ്റ് ആണ് കാൻഡല. ലൂമിനസ് ഇന്റൻസിറ്റി കാൻഡല ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ്. ലൂമിനസ് ഇന്റൻസിറ്റി കാൻഡലയാണ്. അടുത്തത് SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജ്. ചാർജിന്റെ ഏതാ? വോൾട്ട് ആണോ, കൂളും ആണോ, കെൽവിൻ ആണോ, കിലോഗ്രാം ആണോ? കൂളുമാണ് ഇലക്ട്രിക് ചാർജിന്റെ യൂണിറ്റ്. വിച്ച് യൂണിറ്റ് ഈസ് ഈക്വൽ ടു യൂണിറ്റ് ഓഫ് എനർജി? എനർജിയുടെ യൂണിറ്റ് ഏതാണ്? എനർജിയുടെ യൂണിറ്റ് ഈക്വൽ ടു ദ എനർജിയുടെ യൂണിറ്റ് എന്നാ പറഞ്ഞത്. ഈക്വൽ ടു ദ യൂണിറ്റ് ഓഫ് എനർജി എന്നാ പറഞ്ഞത്. എനർജിയുടെ യൂണിറ്റിന് സെയിം ആയിട്ടുള്ള ഏതാണ്? വർക്ക്. നമ്മൾ എപ്പോഴും പറയാറുണ്ട് എനർജി ഈസ് ഈക്വൽ ടു വർക്ക്. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു എനർജി സ്പെൻഡ്. എത്ര എനർജി സ്പെൻഡ് ചെയ്യുന്നു അതനുസരിച്ചുള്ള വർക്കാണ് നടക്കുന്നത് അല്ലെ. അതാണ് എനർജിയും വർക്കും സെയിം യൂണിറ്റ് ആണെന്ന് നമ്മൾ പറയുന്നത്. രണ്ടിന്റെ യൂണിറ്റ് ജൂളാണ്. ഇനി ഇതുപോലെ അടുത്ത ടോപ്പിക്ക് ജസ്റ്റ് പരിചയപ്പെടുകയാണ്. എന്താണ് യൂണിറ്റ്സ്, എന്താണ് മെഷർമെന്റ്സ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഇത് പരിചയപ്പെടുത്തുന്നത് കേട്ടോ.
ഞാൻ ആദ്യം പറഞ്ഞായിരുന്നല്ലോ ഫസ്റ്റ് ടോപ്പിക്കിൽ യൂണിറ്റ്സും മെഷർമെന്റ്സും ഒക്കെയാണ് പഠിക്കുന്നതെന്ന്. അപ്പോൾ മെഷർമെന്റ്സിൽ വരുന്ന ചോദ്യങ്ങൾ അതിന് എക്സാമ്പിൾ ഞാൻ പറയുന്നത് ഒന്ന് 1 atmosphere is equal to, ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, അതിന്റെ വാല്യൂ നമ്മൾ കാണാതെ പഠിക്കേണ്ടത് തന്നെയാണ്. ഒരു അറ്റ്മോസ്ഫിയർ എന്ന് വെച്ചാൽ അറ്റ്മോസ്ഫറിക് പ്രഷർ, അതിനെ പറ്റിയാണ് പറയുന്നത്. അതിന്റെ വാല്യൂ 1.0132 ഇൻറ്റു 10⁵ പാസ്കൽ. ഇതാണ് നമ്മൾ പഠിച്ചു വെക്കുന്ന വാല്യൂ. 1.01 ഇൻറ്റു 10⁵ പാസ്കൽ. ഏതാ? ഓപ്ഷൻ എ. 1.01 ഇൻറ്റു 10⁵ പാസ്കൽ, ഓപ്ഷൻ എ. ഇനി ഒരു ഹോഴ്സ് പവർ ഈസ് ഈക്വൽ ടു, ഒരു ഹോഴ്സ് പവർ എന്ന് പറയുന്നത് 746 വാട്ടാണ്. 746 വാട്ട്, 746 വാട്ടാണ് ഒരു ഹോഴ്സ് പവർ. ഇനി 1 കിലോ വാട്ട് അവർ എന്ന് പറയുന്നത്, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കാം. 1 കിലോ വാട്ട് ഹവർ കാണാതെ പഠിക്കണം. 3.6 ഇൻറ്റു 10⁻⁶ ജൂൾസ്. 3.6 ഇൻറ്റു 10⁻⁶ ജൂൾ, ഓപ്ഷൻ സി ആണ്. 3.6 ഇൻറ്റു 10⁻⁶ ജൂൾസ്. ഇനി ഒരു പൈക്കോമീറ്റർ എന്ന് പറയുന്നത് 10 എത്രയാണ്? ഒരു പൈക്കോമീറ്റർ 10⁻⁻12 മീറ്റർ. ഇത് നമ്മൾ പഠിക്കുന്നുണ്ട്. 10⁻⁻12നെ പൈക്കോ എന്ന് വിളിക്കും. 10⁻⁻3യെ മില്ലി എന്ന് വിളിക്കും. 10⁻⁻6നെ എന്ത് വിളിക്കും? മൈക്രോ എന്ന് വിളിക്കും. 10⁻⁻9നെ നാനോ എന്ന് വിളിക്കും. ഇങ്ങനെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതിന്റെ കൂടെയാണ് 10⁻⁻12നെ പൈക്കോ എന്ന് വിളിക്കുന്നത്. പ്രിഫിക്സസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലാണ് നമ്മൾ ഇതൊക്കെ പഠിക്കുന്നത്. പ്രിഫിക്സസ്, ഇതിനു മുമ്പിൽ പ്രീഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു പ്രോബ്ലം ആണ്. പർട്ടിക്കുലർ ഹൗസ് ഹോൾഡ് ഹാസ് കൺസ്യൂംഡ് 100 യൂണിറ്റ്സ് ഓഫ് എനർജി ഇൻ 5 days. 100 യൂണിറ്റ്. ഹൗ മച്ച് എനർജി ഈസ് ദിസ് കൺവേർട്ടഡ് ടു ജൂൾ? ഇത് നമ്മൾ പ്രോബ്ലം ആയിട്ട് പഠിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. എളുപ്പമാണ്. 100 യൂണിറ്റ്. നമ്മൾ 1 യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞൊരു ക്വാണ്ടിറ്റിയാണ്, കിലോ വാട്ട് അവർ. 1 കിലോ വാട്ട് അവർ ആണ് 1 യൂണിറ്റ് എന്ന് പറയുന്നത്. 1 കിലോ വാട്ട് അവർ നമ്മൾ തൊട്ട് മുമ്പത്തെ ചോദ്യത്തിൽ പറഞ്ഞില്ലേ, 1 കിലോ വാട്ട് അവർ എത്രയാണെന്ന് പഠിച്ചില്ലേ? അപ്പോൾ 1 യൂണിറ്റ് നമ്മുടെ വീട്ടിൽ കറണ്ട് ഇരിക്കുമ്പോൾ 100 യൂണിറ്റ് കൺസ്യൂം ചെയ്തെന്ന് പറഞ്ഞാൽ ആ 100 കിലോ വാട്ട് അവർ കൺസ്യൂം ചെയ്തെന്നാണ് അർത്ഥം. അതിന്റെ അർത്ഥം ആ 100 ഇൻറ്റു 3.6 ഇൻറ്റു 10⁻⁶ ജൂൾസ്. ഇതാണ് അതിന്റെ അർത്ഥം. മനസ്സിലായോ? അപ്പൊ ഇത് എത്രയാണെന്നാണ് നമുക്ക് എഴുതാനുള്ളത്. അപ്പൊ 3.6 ഇൻറ്റു 10⁻⁸ ജൂൾസ്. ഈ 2 സീറോസും കൂടെ ചേർത്ത് 10⁻⁸ ജൂൾസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? 3.6 ഇൻറ്റു 10⁻⁸ ജൂൾസ് ഉണ്ട്. ഓപ്ഷൻ ഡി ആണ്. 3.6 ഇൻറ്റു 10⁻⁸ ജൂൾസ്. ഓക്കെ. ഇനി ഇതേപോലെ അടുത്തൊരു ടോപ്പിക്കാണ് നമ്മുടെ യൂണിറ്റ്സിൽ തന്നെ പറഞ്ഞ ഇൻസ്ട്രുമെന്റ്. വിച്ച് ഇൻസ്ട്രുമെന്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ചാർജ് ഓൺ ആൻ ഒബ്ജക്ട്? ഒരു ഒബ്ജക്റ്റിലുള്ള ഇലക്ട്രിക് ചാർജ് കണ്ടുപിടിക്കാനുള്ള ഇൻസ്ട്രുമെന്റിന്റെ പേര് ഏതാണ്? ഇലക്ട്രിക് ചാർജ് കണ്ടുപിടിക്കുന്നത് ഇലക്ട്രോസ്കോപ്പ് വെച്ചിട്ടാണ്. ഇലക്ട്രോസ്കോപ്പ്, ഇലക്ട്രിക് ചാർജിന്റെ പ്രസൻസ് ഇലക്ട്രോസ്കോപ്പ്. അതുപോലെ വാട്ട് ഡസ് ഹൈഗ്രോമീറ്റർ മെഷർ? ഹൈഗ്രോമീറ്റർ എന്താണ് മെഷർ ചെയ്യുന്നത്? ഹൈഗ്രോമീറ്റർ ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ഹൈഗ്രോമീറ്റർ. ഹൈഗ്രോ വേർഡ്സ് ഒന്നും മാറിപ്പോകരുത്. അതുപോലെ അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിവൈസസ് യൂസ്ഡ് ടു മെഷർ റിലേറ്റീവ്ലി ഹൈ ടെമ്പറേച്ചർ സച്ച് ആസ് എൻകൗണ്ടേർഡ് ഇൻ ഫർണസസ്? ഹൈ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണ്? അതിന്റെ പേരാണ് പൈറോമീറ്റർ. ഹൈ ടെമ്പറേച്ചർ എന്ന് കേട്ടാൽ തന്നെ പൈറോ എന്ന വാക്ക് ഓർക്കണം. ബോളോമീറ്ററും റേഡിയേഷൻ മെഷർ ചെയ്യാൻ തന്നെ യൂസ് ചെയ്യുന്ന മറ്റൊരു ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പൊ ഇത് ഹൈ ടെമ്പറേച്ചർ മെഷർ ചെയ്യാം. ഹൈ ടെമ്പറേച്ചർ, പൈറോ മീൻസ് ടെമ്പറേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ടേം ആണ് പൈറോ, കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു. ഇനി അടുത്ത ചോദ്യമാണ്, ടാക്കോമീറ്റർ ഈസ് യൂസ്ഡ് ഫോർ? ടാക്കോമീറ്റർ എന്തിന് ഉപയോഗിക്കുന്നു? ടാക്കോമീറ്റർ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഇങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ്സ് പലതും. ഇപ്പൊ ടാക്കോമീറ്റർ റൊട്ടേഷൻസ് പെർ മിനിറ്റ്, RPM മെഷർ ചെയ്യാനാണ് ടാക്കോമീറ്റർ യൂസ് ചെയ്യുന്നത്. റൊട്ടേഷൻസ് പെർ മിനിറ്റ് RPM മെഷർ ചെയ്യാൻ ടാക്കോമീറ്റർ യൂസ് ചെയ്യുന്നു. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്നത്തെ സെഷനിൽ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഞാൻ ഇന്ന് ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ നിങ്ങളോട്. ഫിസിക്സ് എക്സാമിന് പഠിക്കേണ്ട ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ ക്വസ്റ്റ്യൻസ്, കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങളെ കാണിച്ചു തന്നു, ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് എന്നുള്ള കാര്യം നിങ്ങളെ കാണിച്ചു തന്നു. ഇത് നിങ്ങൾക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് മാത്രം ഉണ്ടാക്കുന്നതാണ്. ഇനിയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ടോപ്പിക്സും അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ ഡിസ്കസ് ചെയ്ത് പോകാം. എല്ലാ സബ്ജക്ട്സിനും ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമ്മുടെ കൂടെ തന്നെ നിന്ന് നിങ്ങൾ മാക്സിമം ക്ലാസ്സുകൾ കാണുകയും അതുപോലെ തന്നെ നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഫ്രണ്ട്സുമായിട്ട് നിങ്ങൾ മാക്സിമം റെക്കമെൻഡ് ചെയ്യുക നമ്മുടെ ചാനലിനെ. അപ്പോൾ കീപ് ഇൻ ടച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്.